ഇത് കൊണ്ടേമ്പാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ചക്കരമൂലയിൽ നിന്ന് 500 മീറ്റർ വടക്ക് ഭാഗത്ത് അല്ല ഈ ഒരു അമ്പലപ്പറമ്പാണ്. അതിൻ്റെ സൗന്ദര്യമാണ് ഞാൻ ആസ്വദിക്കാൻ നിങ്ങളെല്ലാവരും ക്ഷണിക്കുന്നത്. ഒരു അമ്പലമാണ് കൊണ്ടേമ്പാട്ട് അമ്പലം, ഭഗവതി ക്ഷേത്രമാണിത്. ഞങ്ങളെ അമ്പലത്തിൻ്റെ പരിസരത്തിൻ്റെ ഒരു ശുദ്ധി കണ്ടാ, ആ പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കണ്. ഇത് ആസ്വദിക്കുക. ഇതിലിവിടെ ജാതി മത അല്ല അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുമില്ല. നമ്മളുടെ അമ്പലം, ഞങ്ങൾ നിങ്ങളില്ല, നമ്മളുടെ അമ്പലം, നമ്മളുടെ പള്ളി, അങ്ങനെയാണ് ഇവിടുത്തെ ആശയം ഞങ്ങൾ. അപ്പോൾ ഇതുകൊണ്ടൊന്ന് ആസ്വദിക്കുക. കണ്ടാ, കൊണ്ടേമ്പാട്ട് ഭഗവതി ക്ഷേത്രമാണത്. എന്താ കമ്മിറ്റി ഓഫീസാണ്. ഇത് നമ്മളുടെ അമ്പലമാണ്. ഞങ്ങളതൊന്നുമില്ല ഇവിടെ, ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളെ അമ്പലമാണ് പരിസരം. ഉണ്ടോ, ഇവിടെ ജാതിയോ മതമോ ഒന്നുമില്ല. എല്ലാവരും കൂടി തന്നെ ഞങ്ങൾ സഹായിക്കലും സ്നേഹിക്കലും സന്തോഷിക്കലും. ഒരു കല്യാണം ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടും. അത് ഏത് സമുദായത്തിൽപ്പെട്ടതായാലും ഞങ്ങളെല്ലാവരും കൂടും. ഇവിടെ സമുദായം ഞങ്ങൾക്ക് അറിയില്ല. ഇന്നെ സുലൈമാൻ കുഞ്ഞാവാന്ന് വിളിച്ചാലും മറ്റവൻ്റെ രാജാന്ന് വിളിക്കും. ഞങ്ങൾ കൃഷ്ണ എന്നുള്ള കുറച്ച് പ്രായം കൂടിയ ആളാണ്, കൃഷ്ണേട്ടാന്ന് വിളിക്കും. ഇങ്ങനെ അല്ലാത്ത ബന്ധങ്ങൾ ഞങ്ങൾക്ക് ഉള്ളൂ. അല്ലാത്തൊരു ബന്ധം മറ്റൊരു രീതിയിൽ ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഇതാണ് ഞങ്ങളെ ഇതാണ് കൊണ്ടേമ്പാട്ട് ഭഗവതി ക്ഷേത്രമാണിത്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ട് ആസ്വദിക്കുക. ഞങ്ങളെ അമ്പലത്തിന്, ഞങ്ങളെ നാടിന്, ഞങ്ങളെ നാടിൻ്റെ മൈത്രി, നാടിൻ്റെ സ്നേഹം, ഈ നാട് ഞങ്ങൾ ഇതുവരെ കൊണ്ടുനടന്ന അതുപോലെ തന്നെ ഞങ്ങളെ കാലശേഷം നമ്മളെ കുട്ടികൾ ഇതുപോലെ കൊണ്ടുനടക്കണം എന്നാണ് ഞങ്ങളെല്ലാവരും മനസ്സിലുള്ളത്. അത് വർഗീയതായിട്ടോ അല്ലെങ്കിൽ ജാതി മത ഭേദമായിട്ടോ ഞങ്ങൾ കാണരുത് ആരും. ഞങ്ങൾ നെർമരുതൂരുള്ള ആരും, നെർമരുതൂർ പൊതുവേ നെർമരുതൂർ ഒരാൾക്കും ജാതിയോ മതമോ അറിയില്ല. ആരാണ് ഇത്, അവനാണ് ഇത്, ഇവനാണ് ഒന്നും പറയാൻ ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളെല്ലാവരും ഒറ്റ ആളിൽ ഒരു കുടുംബം അതായിട്ടാണ് ജീവിക്കണത്. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഞങ്ങൾ ഇതാണ്. ഈ ചെണ്ടുമല്ലി ഉണ്ടല്ലോ, ഇതിപ്പം മഞ്ഞ ചുവപ്പ് ഇങ്ങനെയുള്ള കളറ്. ഇതിന് മറ്റൊരു വ്യത്യസ്തമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഒരേ പൂക്കൾ, ഒരു ഉദ്യാനം അതേമാതിരിയുള്ള പൂക്കൾ, അത് മാത്രമേ ഞങ്ങൾ കാണുള്ളൂ. ഈ ഉദ്യാനത്തിൽ തന്നെ ഈ പൂക്കൾ മാതിരി തന്നെ ആണോ നമ്മളെല്ലാവരും ഒരേ പ്രായം, ഒരേ മാതിരി കേട്ടോ. ഇതാണ്. ഓക്കെ, ഇനി ഞാൻ കൂടുതലൊന്നും പറയണില്ല. എല്ലാവരും ഇതുപോലെ നമ്മളെല്ലാവരും ജീവിച്ച് മരിക്കാനുള്ള സന്തോഷം സമയം ഉണ്ടാവട്ടെ. ഓക്കെ.